ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 എക്കണോമിക്സ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് വൺ വേർഡ്സ് ആണ്. PYQs വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ആദ്യം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് നോക്കുന്നു, പിന്നെ മലയാളത്തിലോട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം, പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ ഈസ് എ ഫ്യൂച്ചർ ഓഫ്. ഈ പ്രൈസ് ടേക്കർ എന്ന് പറയുന്നത്, ഈ പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ വരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ് എന്ത് വരുന്നത്, പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വൺ വേർഡ് ആണ്. എല്ലാവരും അത് ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ. ഇതിൽ ഏതാ ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷൻ എന്താണ്, ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. വേരിയബിൾ കോസ്റ്റ് വിൽ ബി 0 വെൻ ഔട്ട്പുട്ട് ഈസ് 0. ഓക്കെ, ഞാൻ അത് മാത്രം പറയാം. നോക്കൂ, നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. മനസ്സിലായോ? ഔട്ട്പുട്ട് 0 മീൻസ് ഔട്ട്പുട്ട് ഇല്ലാത്തപ്പോൾ വേരിയബിൾ കോസ്റ്റും 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്താകുമെന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. മാർജിനൽ യൂട്ടിലിറ്റി അഥവാ MU നെഗറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഫോൾസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മീൻസ് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ് ചെയ്യുന്നത്, ഫോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി വർക്കിംഗ് ഓഫ് മാർക്കറ്റ് മെക്കാനിസം ഈസ് എ കീ ഫ്യൂച്ചർ ഓഫ്. മാർക്കറ്റ് മെക്കാനിസം ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് വരുന്നത് ഏത് എക്കോണമിയിലാണ് വരുന്നത്? യെസ്, നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ലേ. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് മെക്കാനിസം പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചറായിട്ട് വരുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ദ റീസൺ ഫോർ ദ കോൺവെക്സ് ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ്. ഇൻഡിഫറൻസ് കർവ് അഥവാ നമ്മുടെ ICയുടെ കോൺവെക്സ് ഷേപ്പിന് കാരണമായിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ എ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വൺ വേർഡ് ആണ്. ഓപ്ഷൻ എ, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ആൻസർ വരുന്നത് കേട്ടോ. നമ്മുടെ ഇൻഡിഫറൻസ് കർവിന് കോൺവെക്സ് ഷേപ്പ് വരാനുള്ള കാരണമാണ് ചോദിക്കുന്നത്. എന്താണ് കാരണം? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ് ഈസ് നോൺ ആസ്. എടാ നോക്കൂ, എന്താണ് ചോദിക്കുന്നത്? നമ്മുടെ ഡിമാൻഡ് കൂടുന്നു, എങ്ങനെ? ഫോൾ ഇൻ പ്രൈസ് കാരണം, അതായത് വില കുറഞ്ഞത് കൊണ്ട് ഡിമാൻഡ് കൂടുന്നു എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മീൻസ് പ്രൈസ് കുറയുന്നു, അപ്പോൾ ഡിമാൻഡ് കൂടി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണ് ഉത്തരം വരുന്നത്. അതായത് എന്താണ്, പ്രൈസ് കുറഞ്ഞത് കൊണ്ട് എന്ത് കൂടി, ഡിമാൻഡ് കൂടി. അതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ തിയറി പഠിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഏഴാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിലുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇത് എളുപ്പമുള്ളതാണ്. നെഗറ്റീവ് റിട്ടേൺസ് ടു സ്കെയിലാണ് ബന്ധമില്ലാത്തത്. നമുക്കിത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം നന്നായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഒന്ന് ശ്രദ്ധിക്കണേ, ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. നെഗറ്റീവ് റിട്ടേൺസ് ടു സ്കെയിലാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കി ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എല്ലാം റിട്ടേൺസ് ടു സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ലീഡ്സ് ടു. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ് എന്തിലോട്ടായിരിക്കും നയിക്കുന്നുണ്ടാവുക? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് സപ്ലൈ കർവാണ്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് സപ്ലൈ കർവ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഉത്തരം വരുന്നത്. ഇത് നമ്മുടെ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുന്നില്ലേ, അതിനകത്തുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ് വരുമ്പോൾ എന്താണ്, സപ്ലൈ കർവ് എന്താണ്, വലത് ഭാഗത്തോട്ട് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഇനി ഒമ്പതാമത്തെ ചോദ്യം, നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും കണ്ടതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എഴുതിയത് ജെയിംസ് കെയ്ൻസ് ആയിരുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. പത്താമത്തെ ചോദ്യം, എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് ഈസ് നോൺ ആസ്. ക്യാപിറ്റൽ ഗുഡ്സിൽ ഉണ്ടാവുന്ന ചിലവ്, എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണേ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സിന് വരുന്ന ചിലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നോക്കിക്കോളൂ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വില സ്വീകരിക്കൽ പെരുമാറ്റ രീതി സവിശേഷതയായി വരുന്നത്. ഓക്കെ, വില സ്വീകരിക്കൽ പെരുമാറ്റ രീതി സവിശേഷതയായി വരുന്നത് ഏത് കമ്പോളത്തിലാണ്? യെസ്, നമ്മുടെ ഒന്നാമത്തെ ആൻസർ ചെയ്താൽ ബി ആണ് ഓപ്ഷൻ വരുന്നത്. സമ്പൂർണ്ണ കിട മത്സര കമ്പോളത്തിലാണ് കേട്ടോ. സമ്പൂർണ്ണ കിട മത്സര കമ്പോളത്തിലാണ് വില സ്വീകരിക്കൽ പെരുമാറ്റ രീതി സവിശേഷതയായി വരുന്നത്. സമ്പൂർണ്ണ കിട മത്സര കമ്പോളത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വൺ വേർഡ്, എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഉൽപാദനം പൂജ്യമാകുമ്പോൾ എന്താണ്, വിഭേദക ചെലവുകൾ പൂജ്യമായിരിക്കും. ഒന്ന് ശ്രദ്ധിക്കുക,
ഉൽപാദനം മീൻസ് പ്രൊഡക്ഷൻ ആണ്, ഉൽപാദനം അവിടെ 0 ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? വിഭേദക ചെലവുകളും എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ശരിയായിട്ടുള്ള പോയിന്റ്. നിങ്ങൾ പഠിക്കുക കൂടി വേണം കേട്ടോ അത്. സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആവുമ്പോൾ മൊത്തം ഉപയുക്തത എന്തായി മാറുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, കുറയുന്നു. ഓക്കെ, സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആയിരിക്കുമ്പോൾ മൊത്തം ഉപയുക്തത എന്താകും? കുറയും, താഴോട്ട് വരും, കുറയും എന്നുള്ളത് മനസ്സിലാക്കുക. അതൊക്കെ തിയറി ബേസ് ചെയ്ത് വരുന്നതാണ്. നാലാമത്തെ ചോദ്യം നോക്കൂ. കമ്പോള സംവിധാനത്തിന്റെ പ്രവർത്തനം പ്രധാന സവിശേഷതയെ വരുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ എ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ് വരുന്നത്. കമ്പോള സംവിധാനത്തിന്റെ പ്രവർത്തനം പ്രധാന സവിശേഷതയായി വരുന്നത് എവിടെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, നിസ്സംഗത വക്രത്തിന്റെ IC അല്ലെ കോൺവെക്സ് ആകൃതിക്കുള്ള കാരണം, കോൺവെക്സ് ഷേപ്പ് വരാനുള്ള കാരണം എന്താ നിസ്സംഗത വക്രത്തിന്? യെസ്, നമ്മുടെ വർക്കത്തിനാണെന്നോ ഞാൻ പറഞ്ഞേ? അല്ല, നിസ്സംഗത വക്രത്തിന് കോൺവെക്സ് ഷേപ്പ് വരാനുള്ള കാരണമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, അപചയ സീമാന്ത പ്രതിസ്ഥാപന. ഒരു മിനിറ്റ് കേട്ടോ. അതെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. അപചയ സീമാന്ത പ്രതിസ്ഥാപന നിരക്കാണ് നമുക്ക് ഉത്തരമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപചയ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് നിസ്സംഗത വക്രത്തിന് എന്താകുന്നുണ്ട്? കോൺവെക്സ് ഷേപ്പ് വരാനുള്ള കാരണം ഓപ്ഷൻ എ ആണ്, അപചയ സീമാന്ത പ്രതിസ്ഥാപന നിരക്കാണ് വരുന്നത്. ഇനി നോക്കൂ, ആറാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ചോദന വികാസം. വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുന്നു, വില കുറയുന്നു, ചോദനം വർദ്ധിക്കുന്നു. ഇതെന്താണ്? ചോദന വികാസമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ചോദന വക്രത്തിലെ കുറച്ച് ഷിഫ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ആ ടോപ്പിക്കിൽ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് അത്. ഇനി ഏഴാമത്തെ ചോദ്യം, തോതനുസരിച്ചുള്ള പ്രത്യാവവുമായി എന്താണ് ബന്ധപ്പെടാത്തത് ഏതാണെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, നെഗറ്റീവ് പ്രത്യയമാണ് കേട്ടോ. ഓക്കെ, തോതനുസരിച്ചുള്ള പ്രത്യയം ബന്ധപ്പെടാത്തതാണ് നെഗറ്റീവ് പ്രത്യയം, പക്ഷെ ബാക്കി മൂന്നും ബന്ധപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കുക. അത് പഠിക്കുകയും വേണം. വർത്തമാന പ്രത്യയം, പിന്നെ എന്താ സ്ഥിര പ്രത്യയം, പിന്നെ അപചയ പ്രത്യയം എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി സാങ്കേതിക വിദ്യയുടെ പുരോഗതി കാരണം എന്താണ് സംഭവിക്കുക? യെസ്, നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. പ്രധാന ചക്രം വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രധാന ചക്രത്തിന്റെ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിക്കുന്നുണ്ട്, അതിലാണ് ഈ ഒരു സംഗതി വരുന്നത്. സാങ്കേതിക വിദ്യയുടെ പുരോഗതി കാരണം പ്രധാന വക്രം എന്ത് ചെയ്യാണ്? വലത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഒമ്പതാമത്തത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിലും കണ്ടതാണ്. യെസ്, JM കെയ്ൻസ് ആണ് ഈ ഒരു പുസ്തകം എഴുതിയത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദെൻ പത്താമത്തെ ചോദ്യം, മൂലധന വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ചെലവഴിക്കൽ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഇൻവെസ്റ്റ്മെന്റ് എന്ന്, നിക്ഷേപം. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ മൂലധന വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ചെലവഴിക്കൽ അറിയപ്പെടുന്നത് എന്താണ്? നിക്ഷേപം എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, നിക്ഷേപം എന്നാണ് മൂലധന വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ചെലവഴിക്കൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ നോക്കിയത് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്കിനി 2024 എന്തൊക്കെയാണ് ചോദിച്ചത് വൺ വേർഡ്സ് ആയിട്ടെന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കാം. ആദ്യം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ പറയുന്നത്, ദെൻ തുടർന്ന് നമ്മുടെ മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം, ഡൊമസ്റ്റിക് കൺട്രി മേ സെൽ ഗുഡ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇസ് കോൾഡ് ഡേഷ്. നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രി എന്ത് ചെയ്യാണ്? സാധനങ്ങൾ ബാക്കിയുള്ള ലോകത്തിലെ ബാക്കി രാജ്യങ്ങളിലോട്ട് വിൽക്കുന്നു. അതിനെന്താ പറയുന്നത്? എക്സ്പോർട്സ്. ഡൗട്ട് ഇല്ലല്ലോ, എക്സ്പോർട്സ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഏതാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പാ ചോദിക്കുന്നത്. ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവാണ് ഉത്തരമായിട്ട് വരുന്നത്. ശ്രദ്ധിച്ചോളണം. മൂന്നാമത്തെ ചോദ്യം ഒരു എറർ ക്വസ്റ്റ്യൻ ആണ്, പറയുന്നില്ല. ഇനി നാലാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്സിനും ചോദിക്കാറുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. TR = TC ആണ് എന്ത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാവരും ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് TR-ഉം TC-യും, അതായത് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തുല്യമാകുന്ന പോയിന്റ് ആണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. TR = TC ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഗ്രാജുവലി അണ്ടർഗോ വിയർ ആൻഡ് ടിയർ. പതുക്കെ തേയ്മാനം സംഭവിക്കുന്ന സാധനം ഏതാണ്? യെസ്, ക്യാപിറ്റൽ ഗുഡ്സ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ക്യാപിറ്റൽ ഗുഡ്സിനാണ് വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നത് മെല്ലെ. ഇനി നോക്കൂ, ആറാമത്തെ ചോദ്യം, സ്റ്റോക്സ് ആർ ഡിഫൈൻഡ് അറ്റ് എ ഡേഷ്. സ്റ്റോക്സും ഫ്ലോസും ഒരുമിച്ച് ചേർത്ത് 2 മാർക്കിനും ചോദിക്കാറുണ്ട്, എക്സാമ്പിൾസ് സഹിതം. അപ്പോൾ ഇവിടെ വൺ വേർഡ് ആയിട്ട് വന്നിരിക്കുന്നു. എന്താണ് സ്റ്റോക്സ്? യെസ്, അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം.
ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വേരിയബിൾ ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആണ്. പീരീഡ് ഓഫ് ടൈം ആണ് ഓപ്ഷൻ മീൻസ് അത് പീരീഡ് ഓഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോ ആയിട്ട് മാറും. പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആകുമ്പോൾ അത് എന്തായി മാറും? സ്റ്റോക്സ് ആയിട്ട് മാറും. ഇനി ഏഴാമത്തെ ചോദ്യം ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഈ ഒരു മോഡലൊക്കെ നമുക്ക് ചോദിച്ചേക്കാം. കഴിഞ്ഞ വർഷമാണ് ഇത് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് ചോദിച്ചു വരുന്നത്. നോക്കൂ, റീഡ് ദ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് ഓപ്ഷൻസ് അനുസരിച്ച് നമ്മൾ ഫിൽ ചെയ്യണം. നോക്കിക്കോളൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൺസെപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം. നമ്മുടെ എന്താ പറയുക ഉപഭോഗം, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കണക്ക്, അതാണ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കൺസെപ്ഷൻ നമ്മുടെ വരുമാനത്തെ ആശ്രയിച്ച്, ഇൻകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇനി നോക്കൂ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയണേ? നോർമലി വെൻ ഇൻകം ഇൻക്രീസസ് കൺസെപ്ഷൻ ഡിക്രീസസ്. നമ്മുടെ ഇൻകം നോർമലായിട്ട് പറയുകയാണ്, നമ്മുടെ ഇൻകം കൂടുമ്പോൾ കൺസെപ്ഷൻ കുറയും. ഓക്കെ, എന്താ പറയണേ? നമ്മുടെ വരുമാനം കൂടുമ്പോൾ നമ്മുടെ കൺസെപ്ഷൻ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതാ ശരി തെറ്റ് നോക്കിക്കോളൂ. അതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഇൻകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് എന്ന് പറയാം. നോക്കൂ, രണ്ടാമത് എന്താ പറഞ്ഞേ? നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് മീൻസ് കൺസെപ്ഷൻ കുറയുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ കയ്യിൽ പൈസ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറേ പർച്ചേസ് ചെയ്യാൻ നടക്കും. നമ്മൾ കുറേ കൺസെപ്ഷൻ ചെയ്യാനല്ലേ നടക്കുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് അവിടെ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത് ആ രീതിയിൽ. ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം. ഒബ്ജക്റ്റീവ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ആർ ടു മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ ലൈക്ക് വൈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എ ഫേം ഈസ്. എന്താണ്? അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ മീൻസ് നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ സംതൃപ്തി മാക്സിമൈസ്ഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഫേം എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു ഉൽപ്പാദന വ്യവസ്ഥിതി. ഓക്കെ, ആ ഒരു ഫേമിൻ്റെ ലക്ഷ്യം എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ആണ് അവരുടെ ലക്ഷ്യം. ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. ഒരു ഫേമിൻ്റെ ലക്ഷ്യം മാക്സിമം പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഒമ്പതാമത്തെ ചോദ്യം. അറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിമാൻഡ് ഫോർ മണി. നല്ല ഉയർന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും? യെസ്, ഡിക്രീസസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുമ്പോൾ ഡിമാൻഡ് ഫോർ മണി അവിടെ കുറവായിരിക്കും. പത്താമത്തെ ചോദ്യം ഒന്ന് നോക്കിക്കോളൂ. ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസസ് ഇൻ ഇൻപുട്ട് പ്രൈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. അത് ഇൻപുട്ട് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമെന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ടെക്നിക്കൽ പ്രോഗ്രസ് കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നന്നായിട്ട് വായിച്ച് വേണം ആൻസർ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് മലയാളം മീഡിയം ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എന്താണ്? ഒരു രാഷ്ട്രം മറ്റു രാജ്യങ്ങൾക്ക് ആഭ്യന്തര സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെ ഡേഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. കയറ്റുമതി. ഡൗട്ടില്ലല്ലോ. രണ്ടാമത്തെ നോക്കൂ. പൂർണ്ണ മത്സര കമ്പോളത്തിൽ ചോദന വക്രത്തിന്റെ ആകൃതി. വളരെ ഇമ്പോർട്ടൻറ്റ്, ഒന്ന് ശ്രദ്ധിക്കുക. പൂർണ്ണ മത്സര കമ്പോളത്തിലുള്ള ചോദന വക്രത്തിന്റെ ആകൃതിയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമ്മുടെ തിരശ്ചീന ചോദന വക്രം എന്നാണ് ഉത്തരം വരുന്നത്. പൂർണ്ണ മത്സര കമ്പോളത്തിൽ ചോദന വക്രത്തിന്റെ ആകൃതി തിരശ്ചീന ചോദന വക്രം എന്നുള്ള നിലയ്ക്കായിരിക്കും അല്ലേ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. ഒരു നേർരേഖ ചോദന വക്രത്തിന്റെ മൂന്നാമത്തെ ചോദ്യം ഒരു എറർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ തെറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്കത് നോക്കണ്ട. നാലാമത്തെ ചോദ്യം വരുന്നത് നോക്കൂ. ലാഭനഷ്ടരഹിത ബിന്ദുവിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാഭനഷ്ടരഹിത ബിന്ദു 2 മാർക്കിനും ചോദിക്കാറുണ്ട്. TR ഉം TC യും തുല്യമായി വരുന്ന പോയിന്റിനെയാണ് ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. TR ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തുല്യമായി വരുന്നതാണ് ലാഭനഷ്ടരഹിത ബിന്ദു. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഏത് തരത്തിലുള്ള ഉൽപ്പന്നത്തിനാണ് സ്വാഭാവിക തേയ്മാനം സംഭവിക്കുന്നത്? യെസ്, നമ്മുടെ ഓപ്ഷൻ സി മൂലധന ഉൽപ്പന്നങ്ങളാണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, മൂലധന ഉൽപ്പന്നങ്ങൾക്കാണ് തേയ്മാനം സ്വാഭാവികമായും സംഭവിക്കുന്നത്. മൂലധന ഉൽപ്പന്നങ്ങൾക്കാണ്. ആറാമത്തെ ചോദ്യം. ശേഖരത്തെ നിർവചിക്കുന്നത് എന്തായിട്ടാണ്? ശേഖരം. ഓക്കെ, അപ്പോൾ ശേഖരത്തെ നിർവചിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉത്തരം. ഏതാണ്? ഒരു നിശ്ചിത സമയ ബിന്ദുവിൽ ആണ് നമ്മൾ ശേഖരത്തെ നിർവചിക്കുന്നത്. 2 മാർക്കിനും ചോദിക്കാം. ഓക്കെ, ഒരു നിശ്ചിത സമയ ബിന്ദുവിലാണ് ശേഖരത്തെ നിർവചിക്കുന്നത്. ഇനി 7ാമത്തെ
രണ്ടാമത്തെ ചോദ്യം ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. പ്രസ്താവന 1 തന്നിട്ടുണ്ട്. എന്താണ്? ഉപഭോഗം വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. നമ്മുടെ ഉപഭോഗം നമ്മുടെ വരുമാനത്തിന് ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രസ്താവന 2 എന്താ? സാധാരണയായി വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോഗം കുറയുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വരുമാനം, നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഉപഭോഗം കുറയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് പ്രസ്താവന 1 ശരിയും എന്നാൽ പ്രസ്താവന 2 തെറ്റുമാണ് എന്നാണ് വരുന്നത് അല്ലെ. നമുക്കറിയാം പ്രസ്താവന 1 നമ്മുടെ ഉപഭോഗം വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു, അത് ശരിയാണ്. പ്രസ്താവന 2 എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ വരുമാനം കൂടുമ്പോൾ എവിടെ പറയുന്നു? ഉപഭോഗം കുറയുന്നു. നമുക്കറിയാം നമുക്ക് ഒരുപാട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ കൂടുതലായിട്ട് ഉപഭോഗം നടത്താനായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രസ്താവന 2 ആണ് അവിടെ തെറ്റായിട്ടുള്ളത്. ഇനി നോക്കൂ, 8ാമത്തെ ചോദ്യം. പരമാവധി സംതൃപ്തി എന്നതാണ് ഉപഭോക്താക്കളുടെ ലക്ഷ്യമെങ്കിൽ ഒരു ഉൽപാദന സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ത്? നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളുടെ ലക്ഷ്യം എന്താണ്? മാക്സിമം എന്താക്കുക? സംതൃപ്തി ലഭിക്കുക എന്നുള്ളതാണ്. ഇനി എന്നാൽ അങ്ങനെയെങ്കിൽ ഒരു ഉൽപാദന സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണ്? യെസ്, പരമാവധി ലാഭം ഉണ്ടാക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്താണ് ഉൽപാദന സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ഉയർന്ന പലിശ നിരക്കിൽ പണത്തിന്റെ ചോദനം എങ്ങനെയായിരിക്കും? കുറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. കുറയുന്നു അല്ലെ. ഉയർന്ന പലിശ നിരക്കിൽ പണത്തിന്റെ ചോദനം കുറയുന്നു. അടുത്ത നമ്മുടെ 10ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവന ടൈപ്പാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, നിവേശങ്ങളുടെ വില വർദ്ധിക്കുന്നതിന്റെ ഫലമായി ഉൽപാദന ചെലവ് കൂടുന്നു എന്നാണ് പറയുന്നത്. അതായത് നിവേശങ്ങളുടെ വില വർദ്ധിക്കുന്നു, അതിന്റെ റിസൾട്ടായിട്ട് എന്ത് വരികയാണ്? ഉൽപാദന ചെലവും കൂടുന്നു. 2ാമത്തെ പ്രസ്താവന, സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഫലമായി ഉൽപാദന ചെലവ് കുറയുന്നു. സാങ്കേതിക വിദ്യ നന്നായിട്ട് പുരോഗമിക്കുന്നു, അതിന്റെ റിസൾട്ടായി എന്ത് വരികയാണ്? ഉൽപാദന ചെലവ് കുറയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. പ്രസ്താവന 2 ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ടൊന്ന് വായിച്ച് ടൈം എടുത്ത് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ.